വരാതെ അടുപ്പൊക്കെ കാണാൻ വേണ്ടി പണിയാണ്. പണിയില് തിരക്കാകുമ്പോ നിനക്കൂടെ പണിയാന്ന് പണിയാന്ന്. അടുപ്പെല്ലാം ഇങ്ങനെ ആക്കി വെച്ചു. ഇതെല്ലാം വെച്ചു തൈലെല്ലാം വെച്ച് ഇതുപോലെ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഭക്ഷണം വെച്ച് തുടങ്ങിയില്ലേ? ആ പ്രേമിലാണ് വെച്ചില്ല. മുട്ടക്കുള്ള പ്രേമിലില്ലേ? ഓന നമ്മള് ആദ്യം തൈലെല്ലാം വെച്ചിന്. വൃത്തിയോടാവില്ല. അല്ല വൃത്തിയേടാവില്ല. പക്ഷെ ഇവക്കന് കത്തിക്കട്ടിക്ക് പാട് പണിയുണ്ട്. ഞാനും ചേച്ചി പാഞ്ഞും വന്ന് കത്തിച്ച് ആക്കിട്ട് പായുന്ന ഇവക്ക് നടക്കൂല. ഒരു ദിവസം വെച്ചത് ഈ സംഭവം ഒറ്റ ദിവസം വെച്ചില്ലോ. 3 മണിക്കൂറായിട്ട് പണിക്ക് 8 ദിവസം നമുക്ക് പോണം. 6 മണിക്ക് എണീറ്റ് ഞാൻ തീ പറ്റിച്ചു. ഓലക്കാലത്ത് തീ പറ്റിച്ചിട്ട് ഒന്നും വെള്ളം പറക്കുന്നില്ല. സമയം നോക്കാൻ എനിക്ക് പണിയുള്ളൂ. നമുക്ക് 8 ദിവസം പോണ്ടേ. വയ്യ ഇത് വെള്ളം പതക്കായിട്ട് ഞാൻ നോക്കും. വേഗം ഇതെല്ലാം കെടുത്ത് വെച്ചു. ഗ്യാസിന്റെ തന്നെ വെള്ളം വെച്ച് ചോറും വെച്ച് വാർത്ത് കറിയാക്കി ഞാനങ്ങ് വന്നു. ചായൻ്റെ അടി എങ്ങനെ ഒപ്പിച്ചു. ഇതെല്ലാം അങ്ങനെയല്ലേ? ഞാനങ്ങനെ അടുപ്പ് കത്തിച്ചതിനൊക്കെ വയ്യ. ഇടിയും മുട്ടിക്കൂടാ എല്ലാം പൊള്ളിയിട്ട്. എന്നിട്ട് ഞാനിപ്പോ വിചാരിക്കുന്നേ തൈര് മാത്രം വെച്ചാൽ മതി. എന്റെ അടുപ്പ് പൊളിക്കണ്ടേന്ന് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. സത്യമായിട്ട് നമുക്കിതൊന്നും വെച്ചാൽ പണിപ്പോകാൻ കഴിയില്ല. കത്തിച്ചാ വേഗാവും. പക്ഷെ തീ പിടിച്ചിട്ട് വെള്ളം പറിച്ചു കിട്ടുന്നില്ല. കൊല്ലി പൊട്ടിച്ച് ചെറുങ്ങനെ ആക്കിയിട്ടാ വേഗം ഇത് മാറ്റുന്നില്ലേ? ഇല്ല പോയി നിന്റെ വീട്ടങ്ങനെ ഇത് മാറ്റണം. പിന്നെ ഇതിനെന്ന് ഇതാവും. അത് ഇത് മാറ്റിട്ട് ഇപ്പുറം വെക്കണം. എന്നിട്ട് കത്തിപ്പറ്റി എന്നാലും ഞാൻ ഇതിന്റെ മേലല്ലേ ഇത് വെക്കുന്നത്. കൊള്ളി കത്തിച്ചിട്ട് 3 മണിക്കൂറായിട്ട് അന്ന് അരിയും വീഴുന്നില്ല. ഇത് വറുക്കുന്ന ചെങ്ങനെ ചെറിയ പാത്രം വെക്കുന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് വെക്കാനാണ്. ചെറിയ പാത്രത്തില് അറിയണ്ടേ. അല്ലാതെ ഇതിവിടെ വെച്ചിട്ട് പതക്കുന്ന എന്താ സംഭവം എനക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഈ റിങ് ഇതിന്റെ മേലെ വെച്ചിട്ട് ഇതിന്റെ മേലേക്ക് പാത്രം വെക്കല്. അതല്ലേതാ ഒരിക്കൽ കത്തിച്ചിട്ട് കരി വന്നേ. പിന്നെ ഞാൻ അത്ര കത്തിച്ചു കൊള്ളി. അത് വാങ്ങി കത്തുന്നില്ല തോന്നുമ്പോ ഒരു കടലാസ് എടുത്തിട്ട് കത്തിച്ചിട്ട് വീടെ കാട്ടും. ആ കടലാസ് ഒറ്റ പൊക്കം അപ്പോഴാ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ അടുപ്പ് നല്ല വൃത്തി കത്തും. ഏറാതി കയറി അത് തിരിയോ. കടലാസ് കത്തിച്ചാൽ എനിക്ക് കൊണ്ടുപോകുന്നേ കെട്ടോ കൊടുക്കും. ഇവിടെ വന്ന് കത്തിയിട്ട് ഒറ്റ പാത്രം വാങ്ങി കഴിഞ്ഞാൽ ഏറെ പോയി. ഈ അടുപ്പ് സുന്ദരമായി ഒരു കൊല്ലത്തെ പോലെ ഉണ്ട് ഇപ്പൊ. എനിക്കറിയാൻ സംഭവം. ഞാൻ ഈ സാധനം ഇട്ടിട്ടല്ലേ ഇതിന്റെ പേര് അടുപ്പത്ത് പോണിയാ എനിക്കറിയില്ല. ഒറ്റ ദിവസം ഞാൻ വെച്ചിട്ട് പിന്നെ ഇപ്പെല്ലാം കേസിലാണ് അടുപ്പാണ്. പക്ഷെ വെക്കാനറിയില്ല. ആ ഒരു ഇതേ ഉള്ളു. മറ്റേ സുഖമായിട്ട് ആവും. അതൊക്കെ ഇഷ്ടം വേഗാവും. വെള്ളവും മറിച്ചു വെച്ച് വൃത്തിയാക്കണല്ലോ. ഇതിലും വെള്ളയെ വെക്കുകയും ചെയ്യാമോ? അതിന് ഞാൻ വെള്ളം ചേച്ചി ആൾക്ക് മറിച്ചോണ്ട് വേഗം മറ്റ് ഞാൻ പറയണ്ടല്ലോ. എനിക്കറിയില്ല ചേച്ചി. ഇത് ഇവിടെ വെച്ചേക്കും. അത് വലിയ ഫോമേ എടുത്തിട്ട് ഇതിന്റെ മേലെ വെച്ചതാ സാധനം. പറഞ്ഞോട് ഇത് നമുക്ക് ചോറ് വെക്കുന്ന പാത്രത്തിൽ അടക്കാം. വൃത്തി കഴുകുന്ന എല്ലാം അടക്കാം. ഈ പാത്രം എല്ലാം നമുക്ക് അടച്ച് ഇതാക്കാം. ഈ പാത്രം വെച്ചിട്ട് ഇത്ര സുഖമായിട്ട് വീട്ടിലെല്ലാം അടക്കാം. കാര്യമായിട്ട് ശ്രദ്ധിക്കണ്ടേ. നീ ഞാനിങ്ങനെ കേച്ചി എടുക്കാൻ പോയിട്ട് വേഗം ഇങ്ങനെ ചോറ് ഇവിടെ ഇങ്ങനെ വെച്ചു. എന്റെ മോളെ എന്റെ 4 കൈയും പൊള്ളി. 4 പേരും പൊള്ളി. എന്റെ പയ്യേച്ചി എന്നാന്ന് ഒന്നുമില്ല. വയ്യാപ്പാട് എല്ലാം പേസ്റ്റ് വെച്ച് വീട്ടില് പോയി പഠിക്കാൻ പോകുന്നവർക്ക് ശരിയാവില്ല. 5 5:30 എണീറ്റിട്ട് ഈ സമയം നമുക്ക് എണീറ്റ പാട് ചോദിച്ചിട്ട് വെള്ളാടെ വെക്കുക. നമ്മൾ ഗ്യാസിന്റെ മേലെ ചായയും കടിയെല്ലാം ആകുമ്പോഴത്തേക്ക് വെള്ളം പറക്കും. അപ്പാട് നമ്മൾ ചെറിയ ചെറിയ പണി എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെയാക്കാതെ എന്തിട്ട് വെച്ചാലും പേടിക്കാനില്ലണേ. അപ്പാടാണ് പിന്നെ ഞാൻ ആ കമ്പി ബ്രഷ് ഇട്ട് കഴുകിട്ട് എന്റെ അടുത്ത് പോയി കൊല്ലം വെച്ച പോലെ ആയിട്ട് എനിക്കിതറിയാം. വാങ്ങി വെച്ചിട്ട് നീ നാളെ വെച്ചോക്കും. അല്ല മോൻ വന്നാൽ വെച്ചക്കൂല. ഇതൊന്നും കരി വരില്ല. എന്നാ ശരി നമ്മള് പോട്ടെ. ഇപ്പം വന്നോണ്ടത് പറഞ്ഞു ഇല്ലെങ്കിലും നീ എപ്പം ഉള്ള പറഞ്ഞതിലേക്ക് തീരെ നീ ഇടുന്ന വക്കലുണ്ടാവും. അതെടുത്ത് മാറ്റി വെച്ചാൽ മതി. മതിയാണ്.